ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പെർഫെക്റ്റ് മാർക്കറ്റുകൾ ഏതൊക്കെയാ വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ പറഞ്ഞു. ഫസ്റ്റ് പെർഫെക്റ്റ് മാർക്കറ്റാണ്, രണ്ടാമത്തത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന മാർക്കറ്റാണ് മൊണോപ്പൊളി എന്ന് പറയുന്നത്, മൂന്നാമത്തത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കംപ്ലീറ്റ് ആയി, മൊണോപ്പൊളി കംപ്ലീറ്റ് ആയി. ഇനി ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്കാണ് പോകുന്നത്. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് മൊണോപോളിസ്റ്റിക്കും ഒളിഗോപ്പൊളിയും ഡ്യുവോപ്പൊളിയും. അപ്പോൾ എന്താണ് ഈ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ? അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം, മൊണോപോളിസ്റ്റിക് ആയിട്ടുള്ള മൊണോപ്പൊളി അല്ല, മൊണോപോളിസ്റ്റിക് ആണ്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എ സിറ്റുവേഷൻ ഇൻ വിച്ച് കോമ്പറ്റീഷൻ ഈസ് ഇംപെർഫെക്റ്റ്. കാരണം ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നതാണല്ലോ മൊണോപോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വരുന്നതായതുകൊണ്ട് ഇറ്റ് ഈസ് എ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ വിച്ച് റിലേറ്റീവ്ലി മെനി ഫേംസ് സപ്ലൈ എ സിമിലർ ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. ഇത് നോട്ട് ചെയ്യാം. കുറേ ഫേം ഉണ്ടാവും, അവർ സപ്ലൈ ചെയ്യും, ഒരേപോലത്തെ സാധനങ്ങളാണ്, പക്ഷെ എന്താണ്, ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്റ്റ്. അതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വിത്ത് ഈച്ച് ഫേം ഹാവിങ് എ ലിമിറ്റഡ് ഡിഗ്രി ഓഫ് കൺട്രോൾ ഓവർ പ്രൈസ്. അതിൽ ആര് തന്നെ സപ്ലൈ ചെയ്താലും അവർക്ക് പ്രൈസിൻ്റെ മുകളിലൊന്നും ഒരു കൺട്രോളും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും പോയിന്റ് നോട്ട് ചെയ്യാം. ഈ ഒരു അതായത് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഡിഫറെൻറ്റ് സെല്ലേഴ്സ്, പക്ഷെ അത് നോട്ട് ഹോമോജിനസ്, ഒരേപോലെ ആവില്ല. ആസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ പോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും പ്രൊഡ്യൂസ് ചെയ്യണതും ഹോമോജിനസ് പ്രൊഡക്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താ പ്രത്യേകത, എല്ലാ സെല്ലേഴ്സും പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷെ ദേ ആർ ഡിഫറൻഷിയേറ്റഡ് ബൈ സെവറൽ ബ്രാൻഡ്സ് ആൻഡ് ട്രേഡ് മാർക്ക്. അപ്പോൾ എങ്ങനെയാണ് വ്യത്യസ്തമായി മാറുന്നത്? ഇപ്പം സോപ്പ് നിർമ്മാണം എന്ന് പറയുമ്പം ഒരുപാട് കമ്പനീസിൻ്റെ സോപ്പ് നമുക്കറിയാം അല്ലേ. പിയേഴ്സ്, റെക്സോണ, സന്തൂർ, ലെക്സൽ, റിലെ, ഹമാമ, അങ്ങനെ ഒത്തിരി സോപ്പിൻ്റെ ഇതുണ്ട്. അപ്പോൾ അവിടെ പ്രൊഡക്റ്റ് എന്താ, സെയിം ആ സോപ്പാണ്, പക്ഷേ എന്താ വ്യത്യാസം, അതെല്ലാം ഓരോന്നിനും അതിൻ്റെ നിറത്തിലും ഗുണത്തിലും ഒക്കെ വ്യത്യാസമുണ്ട്, ഡിഫറെൻറ്റ് ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സാമ്പിളിന് ഓർത്ത് വയ്ക്കേണ്ട കാര്യം. പ്രത്യേകിച്ച് ഈ ഒരു എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ മൊണോപോളിസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ശരിക്കും മൊണോപ്പൊളിയുടെയും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെയും ഒരു കോമ്പിനേഷനാണ്. ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. നമ്മളിപ്പം ഈ ഒരു വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ, ഇതായിരുന്നു ആ ചിത്രം ഉണ്ടായിരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞു, മൊണോപ്പൊളി പഠിച്ചു കഴിഞ്ഞു, ഇപ്പോൾ ഇംപെർഫെക്റ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്താണ് മൊണോപോളിസ്റ്റിക്കും ഒളിഗോപ്പൊളിയും ഡ്യുവോപ്പൊളിയും. ഇംപെർഫെക്റ്റിലെ മൊണോപോളിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ്. ഹോമോജിനസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ബട്ട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതിൻ്റെ ബ്രാൻഡ് കൊണ്ടോ ട്രേഡ് മാർക്ക് കൊണ്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇത് പഠിക്കുക. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തായിരുന്നു പെർഫെക്റ്റിൽ ഉണ്ടായിരുന്നത്, ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ബയേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കും ഏകദേശം ഒരു 25, 40, 50, 70 വരയ്ക്കുള്ള സെല്ലേഴ്സ് ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷേ ബട്ട് ദിസ് നമ്പർ ഈസ് നോട്ട് എ ലാർജ് ആസ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിനെ കമ്പയർ ചെയ്യുമ്പം ഇത് അത്രയും ലാർജ് അല്ല. പിന്നെ പറയുന്നത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിഫറെൻറ്റ് ഫേംസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക അവരുടെ ബ്രാൻഡിൻ്റെ ബേസിലും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള കുറേ കളറ്, പാക്കേജിങ്, ഡിസൈന്. അപ്പോൾ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത് എന്താ, ഡിഫറെൻറ്റ് ബ്രാൻഡ് നെയിം, ട്രേഡ് മാർക്ക് ഉണ്ടാവും, പാക്കിങ്, കളറ്, ഡിസൈൻ ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. പിന്നെ പറയണത് ഇവിടെയും നമുക്ക് പെർഫെക്റ്റിലെ പോലെ തന്നെ ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് സെല്ലിംഗ് കോസ്റ്റ് പ്ലേ എൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അതായത് എവറി പ്രൊഡ്യൂസർ ഹാസ് ടു ഫേസ് സിവിയർ കോമ്പറ്റീഷൻ ഫ്രം അതർ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ സോപ്പിൻ്റെ ഓർത്താൽ തന്നെ നമുക്കറിയാലോ, ഓരോ സോപ്പ്. അപ്പോൾ ഇതിൽ തന്നെ ഓരോ പ്രൊഡ്യൂസറിനും സിവിയർ ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നോ കോമ്പിനേഷൻ ഓഫ് ഓൾ ഫേംസ്. മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഫേംസ് കോമ്പറ്റ് ചെയ്യും മറ്റൊരു ഫേമുമായിട്ട് സെല്ലിങ്ങിലും ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റിലൊക്കെ. ആൻഡ് ഡു നോട്ട് കം, പക്ഷേ ഇതെല്ലാം ഒരേ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിലും എന്താണ്, ഒരിക്കലും ഒരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ടുഗെദർ ഇൻ ടു കോമ്പിനേഷൻ ഇൻ ദ ഫോം ഓഫ് ഇൻഡസ്ട്രി അതിലേക്ക് വരില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഗ്രൂപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഫേംസ് പ്രൊഡ്യൂസിങ് അൺഐഡൻറ്റിക്കൽ ബട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ്. അപ്പോൾ ഈ ഒരു
പോയിന്റ് നോട്ട് ചെയ്യാം. ഇവിടെ എങ്ങനെയാണ് കളക്ഷൻ ഓഫ് ഫേംസ്, ഒരുപാട് ഫേമുകൾ ഉണ്ടായിരിക്കും, പക്ഷെ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒരേപോലത്തെ അല്ല, അൺഐഡന്റിക്കൽ അല്ല, ബട്ട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. കാരണം ഇപ്പം നമുക്ക് ഒരു സോപ്പ് ഇല്ലെങ്കിൽ വേറൊരു സോപ്പ് യൂസ് ചെയ്യാമല്ലോ, അത് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അത് രണ്ടും ഒരുപോലെയാണ് ഉണ്ടാക്കുന്നത്, അല്ല, ഐഡന്റിക്കൽ അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്ന മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. അതായത് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ്റെ അഭാവത്തിൽ ഡിമാൻഡ് കർവ് എപ്പോഴും എങ്ങനെയായിരിക്കും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേമിൻ്റെ പോലെ ആയിരിക്കും. പക്ഷേ ഡിഫറൻഷിയേഷൻ ഉള്ളതുകൊണ്ട് ഫേമിന് എന്തുണ്ട്? മോണോപ്പൊളി പവർ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നോൺ പ്രൈസ് കോമ്പറ്റീഷനാണ്. ഈ ഒരു മെത്തേഡിൽ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ജനറൽ നോൺ പ്രൈസ് ആയിരിക്കും. അതായത് ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ് അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നത് ഡിഫറെൻറ്റ് പ്രൈസിനായിരിക്കും. പക്ഷേ അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും കളറും പാക്കിങ്ങും ഡിസൈൻ്റെ ഒക്കെ ബേസിൽ കോമ്പറ്റ് ചെയ്യുന്നുണ്ടാവും. 8ാമത്തെ പോയിന്റ് പറയുന്നത് ലാക്ക് ഓഫ് പെർഫെക്റ്റ് നോളജ് ഓഫ് ദ മാർക്കറ്റ്. ഇനി ഇവിടെ എന്താണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറഞ്ഞത് അവിടെ വരുന്ന എല്ലാവർക്കും പെർഫെക്റ്റ് മാർക്കറ്റിനെ കുറിച്ച് അറിഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, അങ്ങനെ ഒരു മാർക്കറ്റിനെ കുറിച്ചൊരു അറിവൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് അവിടെ നോട്ട് ചെയ്യാം. ഇനി ഇതിൽ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ. ഇതൊരു എസ്എ ക്വസ്റ്റിന് ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ പഠിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. പ്രൈസ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ എങ്ങനെയാണ് പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2 കേസ് പഠിക്കുകയെന്ന് വെച്ചാൽ പഠിച്ചോളൂ. ഷോർട്ട് റണ്ണുണ്ട്, ലോങ് റണ്ണും ഉണ്ട്. ഷോർട്ട് റൺ ആവുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? വെരി സിമിലർ ടു ദാറ്റ് ഓഫ് എ മൊണോപോളിസ്റ്റിൻ്റെ പോലെയാണ് ഷോർട്ട് റണ്ണിൽ ഉണ്ടാവുക. അതായത് ഫേം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും അതുകൊണ്ട് തന്നെ ആ തരത്തിലൊരു മൊണോപ്പൊളി പവറും അവർ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഫേമിന് ഒരിക്കലും അതിൻ്റെ സ്കെയിൽ ഓഫ് പ്ലാന്റ് ചേഞ്ച് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല. അതായത് ആൻഡ് നോ ന്യൂ ഫേം വിൽ എൻ്റർ ദ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് പുതിയ ഫേമുകളും എൻ്റർ ചെയ്യുന്നില്ല. ഈ പ്രോഫിറ്റബിലിറ്റിയെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ അബ്നോർമൽ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ? ഡിമാൻഡ് വളരെ ഹൈ ആവുമ്പോൾ മാത്രം ആണ് അവർക്ക് അബ്നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ. അവർക്ക് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടും ഉണ്ടാവരുത്. അപ്പോൾ ഈ ഒരു സർക്കംസ്റ്റാൻസസിൽ അവർക്ക് ഹൈ പ്രൈസ് ഓരോ പ്രൊഡക്റ്റിനും ചാർജ് ചെയ്യാം, എന്നാൽ മാത്രമാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ MC=MR ആണ് അവർ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇത്രയാണ് ഷോർട്ട് റണ്ണിൻ്റെ കേസിൽ വരുന്നത്. ഇതാണ് ആ ചിത്രം. അപ്പോൾ അത് പറ്റുന്നവർ മാത്രം ഒന്ന് പഠിച്ച് ഇത് എഴുതുക വരികയാണെങ്കിൽ. പിന്നെ പറയുന്നത് ഇതിൻ്റെ ലോങ് റൺ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ലോങ് റണ്ണിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ പുതിയ ഫേംസ് ഒക്കെ ലോങ് റണ്ണിലേക്ക് അവരുടെ മാർക്കറ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഫേമിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഡിമാൻഡ് ഫോർ പ്രോഡക്ട്സ് ഓഫ് എക്സിസ്റ്റിംഗ് ഫേംസ് വിൽ കംസ് ഡൗൺ സ്ലോലി. പുതിയ ആളുകൾ വരുമ്പം പഴയ ആളുകളുടെ മാർക്കറ്റ് കുറയാൻ തുടങ്ങും. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ എന്തായിരിക്കും അവിടെ? ഇൻക്രീസ്. പ്രൊഡക്ഷൻ ആൻഡ് സപ്ലൈ വിൽ ഇൻക്രീസ്. അതുകൊണ്ട് തന്നെ പ്രൈസ് എന്താവും? കുറയാനുള്ള. കാരണം ഒരുപാട് ആളുകൾ വരുമ്പോൾ വീണ്ടും പ്രൊഡക്ഷൻ അവിടെ കൂടും, സപ്ലൈ കൂടും. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് എന്തായിരിക്കും? കുറയും. ലോങ് റണ്ണിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് മെല്ലെ ഇല്ലാതെ ആവുകയാണ് ചെയ്യുക. പക്ഷേ ഷോർട്ട് റണ്ണിലാണെങ്കിൽ അങ്ങനെ ഒരു പ്രോഫിറ്റ് അവർക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇനി അത് ഏതെങ്കിലും ഒരു ഫേം കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു ലോസ് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ചില ഫേമുകൾ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നേ പോയിട്ടുണ്ടായിരിക്കും. അതായത് ചിലവർക്ക് കുറച്ച് കാലത്തേക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. ചില ഫേമിന് അവിടെ പിടിച്ചു പോലും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം പുതിയ പ്രോഡക്റ്റിനോടുള്ള ഡിമാൻഡ് എക്സിസ്റ്റിംഗ് ഫേം വിൽ ഇൻക്രീസ്, അതുണ്ടാവാനാണ് സാധ്യത. അപ്പോൾ പ്രൊഡക്ഷനും അതേപോലെ സപ്ലൈയും ഡിക്രീസ് ആവും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? നൗ ദ ഫേം വിൽ നൗ ഗെറ്റ് നോർമൽ പ്രോഫിറ്റ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് മറ്റേതിന് ഷോർട്ട് റണ്ണിൽ MR = MC ആയിരുന്നു. ഇവിടെ MR = MC ഉണ്ടാവും, AR = AC ഉണ്ടാവും എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പോയിന്റ് പറ്റുന്ന ആളുകൾ ചിത്രത്തോടു കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പറഞ്ഞിരിക്കുന്നത് മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ്റെ ലിമിറ്റേഷനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അൺയൂസ്ഡ് കപ്പാസിറ്റിയാണ് അതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. കാരണം ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ കേസിൽ ലെസ് ദാൻ ഇറ്റ്സ് ഓപ്റ്റിമം ഔട്ട്പുട്ട്. എത്രയാണോ അതിൻ്റെ ഓപ്റ്റിമം ആയിട്ടുള്ള ഔട്ട്പുട്ട് അതിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ കപ്പാസിറ്റി വേണ്ട വിധത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു കണ്ടീഷനിൽ എന്നാണ് പറയുന്നത്. പിന്നെ വേസ്റ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്. ഇതിൽ ഒരുപാട് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചിലവാക്കാറുണ്ട്. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ്. കാരണം
റിസോഴ്സ് ഒന്നും വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് വേറൊരു റീസൺ ആയിട്ട് പറയുന്നത്. അതേപോലെ ഇൻഎഫിഷ്യൻസി, ഈ ഒരു സിറ്റുവേഷനിൽ ലാർജ് നമ്പർ ഓഫ് ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫേമുകളും ഉണ്ടായിരിക്കും. ദീസ് ആർ നോട്ട് അഡ്വാൻറ്റേജസ്ലി പ്ലേസ്ഡ്, കൃത്യമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ അവർക്ക് അവിടെ ആ ഒരു പ്ലേസിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം മോർ ആൻഡ് മോർ അവർ പ്രൊഡ്യൂസ് ചെയ്യാണ്, അതുകൊണ്ട് എന്താവും, പ്രൈസ് അവിടെ റെഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ അവർ ബിസിനസ്സിൽ നഷ്ടം സഹിക്കും, അല്ലെങ്കിൽ അവർ പ്ലേസ് വിട്ടു പോകേണ്ട അവസ്ഥ വരുന്നു. കൺസ്യൂമേഴ്സ് എപ്പോഴും ഹിപ്നോട്ടൈസ്ഡ് ആണ്, കാരണം പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പം ലൈക്ക് ബ്യൂട്ടി ഇൻ ഇറ്റ്സ് ഐസ് ഓഫ് ദ ബയർ. കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഓരോ കൺസ്യൂമറെ എങ്ങനെ നോക്കിക്കാണുന്നു എൻ്റെ പേരിൽ. ചില ആളുകൾ ബ്രാൻഡ് നെയിം നോക്കും, ചിലർ കളർ നോക്കും, ചിലർ പാക്കേജ് ആയിരിക്കും, അതിൻ്റെ ഡിസ്പ്ലേ ആയിരിക്കാം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഒരു ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. ചില സമയത്ത് അവർ ഇൻഫീരിയർ ക്വാളിറ്റി ഗുഡ്സ് പോലും വലിയ വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് പോകുമെന്നാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി പഠിക്കേണ്ട ഒരു പോയിന്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക്കും തമ്മിലുള്ള വ്യത്യാസം. മൊണോപ്പൊളി ആകുമ്പം ഓൺലി വൺ പ്രൊഡ്യൂസർ ഉണ്ടാവുക, സെല്ലർ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റിയുടെ ഒരു പ്രൊഡ്യൂസറോ സെല്ലറോ ഉണ്ടാവും. മൊണോപ്പൊളിസ്റ്റിക് ആകുമ്പം ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഫറൻസ്. എളുപ്പമല്ലേ പഠിച്ചു വയ്ക്കാൻ. ഒന്നിൽ ഒരു ഓണർ ആയിരിക്കും, ഇവിടെ ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. മൊണോപ്പൊളി ആകുമ്പം പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഇല്ല, ഡസ് നോട്ട് എന്നാണ്. പക്ഷേ ഇവിടെ എന്താ, പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഉണ്ട്. മൊണോപ്പൊളിയിൽ കോമ്പറ്റീഷൻ ഇല്ല, നോ കോമ്പറ്റീഷൻ. പക്ഷേ ഇവിടെ സം ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ അവിടെ ഉണ്ട്. അണ്ടർ മൊണോപ്പൊളി ആകുമ്പം ന്യൂ ഫേംസിന് പെട്ടെന്ന് കയറി വന്ന് എൻ്റർ ചെയ്യാനൊന്നും പറ്റില്ല, പുതിയ ഫേംസിന്. പക്ഷേ ഈ ഒരു കേസിൽ എന്താ, ഇവിടെ ആർക്ക് വേണമെങ്കിലും എ ന്യൂ ഫേം ക്യാൻ എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. അഞ്ചാമത്തെ പോയിന്റിൽ മൊണോപ്പൊളിയിൽ ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് കുറവായി, ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്, അതിന് വേറെ അത് കിട്ടിയില്ലെങ്കിൽ പകരം ഉപയോഗിക്കാൻ വേറൊരു പ്രൊഡക്റ്റ് അവിടെ ഇല്ല. അതാണ് മൊണോപ്പൊളിയുടെ പ്രത്യേകത. മൊണോപ്പൊളിസ്റ്റിക് ആകുമ്പം അവിടെ എന്താണ്, പ്രൊഡക്റ്റ് ഇലാസ്റ്റിക് ആണ്, അവിടെ ഒരുപാട് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉള്ളതുകൊണ്ട്. ഇവിടെ ലെസ് ഇലാസ്റ്റിക് ആണ്, പക്ഷേ ഇവിടെ ഇലാസ്റ്റിക് ആണെന്നുള്ളതാണ് വ്യത്യാസം. എന്തുകൊണ്ടാണ് ലെസ് ഇലാസ്റ്റിക് ആവാൻ കാരണം, മൊണോപ്പൊളി ആകുമ്പം ആ ഒരു പ്രൊഡക്റ്റ് ഒരാൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുള്ളൂ. അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റില്ല. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ അത്രത്തോളം ഇലാസ്റ്റിക് അല്ല എന്നേ പറയുന്നുള്ളൂ, കാരണം അവിടെ ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. മൊണോപ്പൊളിയിൽ സെല്ലിംഗ് കോസ്റ്റ് എപ്പോഴും അതിന് യാതൊരു പ്രാധാന്യമില്ല, പക്ഷേ മൊണോപ്പൊളിസ്റ്റിക്കിൽ സെല്ലിംഗ് കോസ്റ്റിനാണ് ഇമ്പോർട്ടൻറ്റ് റോള് വരുന്നത്. അപ്പോൾ ഇത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ, എല്ലാറ്റിൻ്റെയും ഓരോ പോയിന്റ് പഠിച്ചാൽ മതി. ഇവിടെ വൺ പ്രൊഡ്യൂസറാ, അപ്പോൾ ഇവിടെ ഒരുപാടുണ്ട്. ഇവിടെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ ഇല്ല, ഇവിടെ ഉണ്ട്. ഇവിടെ കോമ്പറ്റീഷൻ ഇല്ല, ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ട്. ന്യൂ ഫേംസിന് എൻ്റർ ചെയ്യാൻ പറ്റില്ല, ഇവിടെ ന്യൂ ഫേംസിന് എൻ്റർ ചെയ്യാം. ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് എപ്പോഴും ലെസ് ഇലാസ്റ്റിക് ആയിരിക്കും, ഇവിടെ ഇലാസ്റ്റിക് ആയിരിക്കും. മൊണോപ്പൊളിയിൽ സെല്ലിംഗ് കോസ്റ്റ് ഒരു റോളും ഇല്ല, പക്ഷേ മൊണോപ്പൊളിസ്റ്റിക്കിൽ സെല്ലിംഗ് കോസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ് റോളുള്ളത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. അതേപോലെ തന്നെ ഈ ഒരു കമ്പാരിസൺ, പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിസ്റ്റിക്കും, നമ്മൾ ആദ്യം പഠിച്ചത് മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ് ആയിരുന്നു. ഇനി പെർഫെക്റ്റും മൊണോപ്പൊളിസ്റ്റിക്കും തമ്മിലുള്ള സിമിലാരിറ്റിയാണ് ആദ്യം. രണ്ടും ഒരേപോലെ, നമ്മൾ പറഞ്ഞല്ലോ മൊണോപ്പൊളിസ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്താ, കുറച്ച് പെർഫെക്റ്റിൻ്റെയും കുറച്ച് മൊണോപ്പൊളിൻ്റെയും കൂടിയിട്ട് ഒരു മിക്സാണ് മൊണോപ്പൊളിസ്റ്റിക്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് മാർക്കറ്റിലും നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. രണ്ട് മാർക്കറ്റിലും ഫ്രീ എൻട്രി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്, അതാണ് ഇതിൻ്റെ സിമിലാരിറ്റി എന്ന് പറയുന്നത്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് പറയുന്നത്, പെർഫെക്റ്റിൽ പ്രൊഡക്റ്റ് ഐഡൻറ്റിക്കൽ ആയിരിക്കും, ഒരേപോലത്തെ ആയിരിക്കും. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക്കിൽ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റഡ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരിക്കലും ഒരു റിയൽ കോൺസെപ്റ്റ് അല്ല, പക്ഷേ മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്നത് റിയൽ കോൺസെപ്റ്റ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ബട്ട് മൊണോപ്പൊളിസ്റ്റിക്കിൽ എന്താ, നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഈസ് നോട്ട് സോ ലാർജ് ആയിരിക്കും, പക്ഷേ ആദ്യത്തെ കേസിൻ്റെ അത്ര ലാർജ് ആയിരിക്കില്ല. അതേപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ബയേഴ്സും സെല്ലേഴ്സിനൊക്കെ നല്ല പെർഫെക്റ്റ് നോളേജ് ഉണ്ടാവും, മാർക്കറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മൊണോപ്പൊളിസ്റ്റിക്കിൽ നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ, അവർക്ക് അത്ര വലിയ ഡു നോട്ട് ഹാവ് എ കംപ്ലീറ്റ് നോളേജ് അബൌട്ട് ദ പ്രോഡക്റ്റ് എന്നാണ് പറയുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ സെല്ലിംഗ് കോസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. അപ്പം നമ്മളത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. മൊണോപ്പൊളിയിലും പെർഫെക്റ്റിലും ഒന്നും സെല്ലിംഗ് കോസ്റ്റിന് റോളില്ല, പക്ഷേ മൊണോപ്പൊളിസ്റ്റിക്കിൽ സെല്ലിങ്ങിനാണ് റോൾ ഉള്ളത്. എല്ലാ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് ഫേംസും പ്രൈസ് ടേക്കേഴ്സാണ്. എന്താണോ അവിടെ പറയുന്നത് അതാണ് അവർ പ്രൈസായിട്ട് സ്വീകരിക്കുന്നത്. പക്ഷെ മൊണോപ്പൊളിസ്റ്റിക്കിലൊക്കെ പ്രൈസ് മേക്കേഴ്സ് ആണുള്ളത്.
അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആകുമ്പോൾ ഡിമാൻഡ് കർവ് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കും. മൊണോപ്പൊളിസ്റ്റിക് ആകുമ്പോൾ സ്ലോപ്പിംഗ് ഡൗൺവേർഡിലേക്കുള്ള കർവ് ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എ ആറും എം ആറും സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. അതേസമയം ഡിമാൻഡ് ആൻഡ് എ ആർ സെയിം, ബട്ട് എം ആർ ഈസ് ലെസ് ദാൻ എ ആർ. ഇത്രയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലത്തെ ടോപ്പിക്കിൽ മൊണോപ്പൊളിസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന് പഠിക്കേണ്ട കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നോക്കുക. കുറച്ച് നന്നായിട്ട് പഠിച്ചെഴുതാൻ പറ്റുന്നവർ മാത്രം ആ ഒരു ഡയഗ്രാം അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ഒന്ന് ഷോർട്ട് റണ്ണും ലോങ് റണ്ണിലുള്ള പ്രൈസും ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപോളിസ്റ്റിക് കണ്ടീഷൻ പഠിക്കുക. അല്ലാത്ത ആൾക്കാർ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അത് പഠിക്കേണ്ട. ബാക്കി തിയറി എല്ലാം കംപ്ലീറ്റ് പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.